അത് ഉൾക്കൊള്ളാൻ കഴിയുന്നിടത്താണ് മനുഷ്യന്റെ മഹത്വം. അളിയ, ഇത് തീക്കളിയാ. കളിക്കുമ്പോ തീ കൊണ്ട് തന്നെ കളിക്കണ്ടേ അളിയാ. സ്വന്തം മകനെ കൊല്ലാൻ നോക്കിയവർക്ക് മാപ്പ് കൊടുക്കാം. സ്വന്തം മകനെ സ്നേഹിച്ചവളെ കൊല്ലാൻ ശ്രമിക്കാം. അത്തരത്തിൽ മനുഷ്യത്വമില്ലായ്മ ശീലിച്ചവരോട് ഈ നിലയ്ക്ക് മറുപടി പറയാൻ തന്നെയാണ് എന്റെ തീരുമാനം. എനിക്ക് ഇന്ന് രണ്ടിലൊന്ന് അറിയണം. നന്ദിനി ഈ ഓഫീസിൽ തുടരുന്നുണ്ടോ ഇല്ലയോ, അതല്ലേ അറിയേണ്ടത്. ആ, നന്ദിനി ഇവിടെ തന്നെ ഉണ്ടാവും, എന്റെ ഈ ക്യാബിനിൽ. എന്റെ സീറ്റില് നന്ദിനി ഉണ്ടാവുക തന്നെ ചെയ്യും. തടയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പത്മ മേഡത്തിന് അത് സ്വീകരിക്കാം. പക്ഷെ മറക്കരുത്, എതിർത്ത് നിൽക്കുന്നത് സൂര്യയാണ്. എതിർത്ത് നിൽക്കുന്നത് നീയാണെന്ന് പറഞ്ഞ ഞാൻ എന്താടാ പേടിച്ചു പോവൂ? നിന്റെ മനസ്സിലെ നീ ചിലപ്പോ രാജാവായിരിക്കും, പക്ഷെ വാശി കാണിച്ച് മത്സരിക്കാനാണെങ്കിൽ പത്മയ്ക്ക് നീ ഒരു നിസ്സാര ജീവി മാത്രമായിരിക്കും. അത് ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തരാം. വീട്ടിൽ ആരില്ലാതിരിക്കുമ്പോഴേ വീട് വൃത്തിയാക്കുന്ന വേലക്കാരികൾ ചിലപ്പോ കൗതുകത്തിന് അവിടെയൊക്കെ ഇരിക്കുന്ന കസേരകളിൽ ഒന്ന് ഇരുന്നു നോക്കും. അങ്ങനെ മാത്രമേ നീ ഇരിക്കുന്ന കസേര ഞാൻ കാണുന്നുള്ളൂ. അതല്ല, ഇവൻ പറയുന്നത് പോലെ ഈ കസേരയിൽ തുടർന്നിരിക്കാൻ ഒരു ഭാവം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും. ജീവിതത്തിൽ ഒരിക്കലും കണ്ണീര് നിലയ്ക്കാത്ത നഷ്ടം. അപ്പോ മനസ്സിലാവും നിനക്ക് പത്മയോട് ഏറ്റുമുട്ടിയതിന്റെ ഫലം. കാണാം നമുക്ക്. സർ, എല്ലാം മതിയാക്കാം സർ. പത്മ മാഡം പറഞ്ഞതാ ശരി. നന്ദിനി, എന്റെ തീരുമാനം അനുസരിച്ച് താൻ ഈ കസേര ഇരിക്കാൻ തയ്യാറല്ലെങ്കിൽ താൻ എന്നെ പിരിഞ്ഞു പോകേണ്ടി വരും. പറ്റുമോ അതെനിക്ക്? സർ, അതെ, നമുക്ക് പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ സത്യമാണെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അതേപടി തുടരുക തന്നെ ചെയ്യും. എപ്പോഴും നമ്മൾ ഒന്നിച്ചുണ്ടാവണമെന്ന് താൻ പ്രാർത്ഥിക്കുകയല്ലേ? ആ, അതുപോലെ എന്റെ പ്രാർത്ഥനയാണ് എപ്പോഴും താൻ ഈ സീറ്റിൽ തന്നെ ഉണ്ടാവണമെന്ന്. ഓക്കെ? വിവേക് ഈ ഓഫീസിൽ തന്നെ ഉണ്ടാവും. സിഇഒ ആയി നന്ദിനി തുടരുന്നിടത്തോളം കാലം. നന്ദിനി ഇവിടെ തന്നെ ഉണ്ടാവും, എന്റെ ഈ ക്യാബിനിൽ. എന്റെ സീറ്റില് നന്ദിനി ഉണ്ടാവുക തന്നെ ചെയ്യും. സൂര്യ, വിവേക് പത്മാവടത്തിനു മുന്നിൽ നന്ദിനിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു കേട്ടു. സൂര്യ, നീ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ ആന്റിയുടെ മുമ്പിൽ എന്തൊക്കെയോ പറഞ്ഞത്. പക്ഷേ എനിക്കതിൽ നല്ല വിഷമമുണ്ട്. എന്തിനാ വിഷമം? എടാ, ആന്റിയെ ഞാൻ കുഞ്ഞുനാൾ മുതലേ കാണുന്നതല്ലേ. നിന്നെ പോലെ തന്നെ ആന്റി എനിക്കും അമ്മ തന്നെയല്ലേ. എന്നിട്ട് ഇങ്ങനൊരു അഹങ്കാരം ആന്റിയോട് പറയുക എന്നൊക്കെ പറഞ്ഞ വിവേക് എന്തിനാ സാറ് പറയുന്നിട്ട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? സാറിന് ഇതൊക്കെ ചെയ്യാം,
സാറിന് അതിനുള്ള അധികാരമുണ്ട്. അതുപോലെയാണോ നമ്മള്?